അടുത്ത കൊല്ലം നന്നാവാം എന്ന് വിചാരിച്ച ഒരാളുടെ കഥയുണ്ട് കിതാബിൽ. ഇസ്ലാമിലേക്ക് വന്നിട്ട് തെറ്റുകുറ്റങ്ങളൊക്കെ നിർത്തണം എന്നാ മൂപ്പര് വിചാരിച്ചേക്കുന്നത്. മക്കത്തെ ആൾക്കാർ തടഞ്ഞു. എവിടെ പോവാ? മദീനയിലേക്കോ? ഇസ്ലാം സ്വീകരിക്കാനോ? അതെന്തേ? അപ്പൊ അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മക്കത്തെ ശത്രുക്കൾ പറഞ്ഞു, അവിടെ പോയാൽ ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇലാഹുൽ വാഹിദ്. അത് എനിക്ക് അറിയുന്നോണ്ട് തന്നെ ഞാൻ ഇതിന് മുതിർന്നത്. ഇയാളെ പിൻവലിക്കാൻ വേറെ വകുപ്പില്ലല്ലോ. അവിടെ പോയാ വ്യഭിചരിക്കാൻ പാടില്ല, അന്യ പെണ്ണുമായിട്ട് സുഖിക്കാനൊന്നും പറ്റൂല. അതല്ലെങ്കിലും ഇസ്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും അത് തെറ്റെന്ന് എന്റെ അഭിപ്രായം. കാരണം ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ അടുത്ത് നോക്കാം. ഇയാളെ എങ്ങനെ പിൻവലിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു അടവെടുത്തു. എടാ ചങ്ങായി, ഇസ്ലാമിക്ക് പോയാൽ കുടിക്കാൻ പറ്റില്ല, കള്ളു കുടിക്കാൻ പറ്റില്ല. അപ്പൊ മൂപ്പര് അങ്ങനെ ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, ഇസ്ലാമിലേക്ക് ഏതായാലും സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചാണ്. ഇക്കൊല്ലം ഏതായാലും അടിച്ചു പൊളിച്ച് കുടിക്കാം. ഡിഗ്രി ഫൈനൽ ഇയർ അല്ലേ, സെന്റ് ഓഫ് വരെ പൊളിക്കാം നടത്താം. ഇന്നാണല്ലോ നെറ്റ് തീർന്നത്. ഇന്നേതായാലും അടിച്ചു പൊളിക്കാം. റമദാൻ ഏതായാലും ആവാറായല്ലോ എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. ഇക്കൊല്ലം ഏതായാലും അടിച്ചു പൊളിക്കാം. അടുത്ത കൊല്ലം തിരിച്ച് മദീനത്തെത്തിയിട്ട് ഇസ്ലാം സ്വീകരിക്കുക. തിരിച്ചു പോരുന്ന വഴി കുതിരപ്പുറത്തുനിന്ന് വീണ് അയാൾ മരിച്ചു. നാളെ നന്നാവാം എന്നാണോ നമുക്ക് തോന്നുന്നത്? നമ്മൾ പേടിക്കണം. അതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ, നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ റൂഹ് അസ്റായിൽ അലൈഹിസ്സലാം പിടിക്കുമോ എന്ന പേടി നിനക്കുണ്ടാവണം.